എന്താ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സിംഫണി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സിംഫണി ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ symfony.com പോയാൽ കാണാം. ഡൗൺലോഡിൽ പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സിംഫണി, അതായത് സിംഫണിയുടെ ടൂള് ഇപ്പോൾ ലിനക്സിലുണ്ട്, മാക്കിലുണ്ട്, വിൻഡോസിലുണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടത് നമ്മളതെടുക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ. സിംഫണി CLI ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെർമിനലിൽ പോവുക. അപ്പോൾ സിംഫണി അടിച്ചു കഴിഞ്ഞാൽ ആ കമാൻഡ് റൺ ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, സിംഫണി ലിസ്റ്റ്, സിംഫണി ഇത് റൺ ആവും, ഈ കമാൻഡ് റൺ ആവും. പിന്നെ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്കർ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതിലിപ്പം ഡോക്കർ റൺ ചെയ്യുന്നത് വേറെ വർഷമാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറും പോസ്റ്റ്ഗ്രേസ് SQL മാത്രം റൺ ചെയ്യാം. അത് മാത്രമേ നമുക്ക് വേണ്ടൂ ഡോക്കറിൽ. നമ്മൾ സിംഫണി 8 ആണ് നിങ്ങളെ ലോക്കലിലുള്ളെങ്കിൽ, PHP 8 ആണ് നിങ്ങളെ ലോക്കലിലുള്ളെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന വെർഷൻ റിക്വയർമെൻറ്റ് നമുക്ക് വേണ്ടത് PHP 8 ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് Symfony 6 ആണ്. അടുത്ത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്ഗ്രേസ് SQL ആണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. അപ്പം പോസ്റ്റ്ഗ്രേസ് SQL ഫസ്റ്റ് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. PG admin എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ PHP PG admin ഏതാണോ ഓക്കെ, അതിൻ്റെ ഡീഫോൾട്ട് പാസ്വേഡ് അടിക്കുക. ഇതൊക്കെ നമ്മൾ മുമ്പേ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. പിന്നെ PHP PG admin ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ പോവാം. നമ്മളെ കറണ്ട് സെർവർ കണക്റ്റഡായി, ഡാറ്റാബേസ് കണക്റ്റഡായി. അപ്പോൾ അത് കറക്റ്റാണ്, റൺ ആവുന്നുണ്ട്. പോസ്റ്റ്ഗ്രേസ് റൺ ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഫണി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്സ്റ്റ് ക്രിയേറ്റ് പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് API ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. API ഓർ കൺസോൾ ആപ്ലിക്കേഷൻ ഓർ മൈക്രോസോഫ്റ്റ്. നമ്മളൊരു ഫുൾ പ്രോജക്റ്റ് അല്ല ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഫുൾ മൊണോലിത്തിക് വെബ് ആപ്ലിക്കേഷൻ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആദ്യം API ഒരു പാർട്ടായിരിക്കും, ഇറ്റ്സ് കോൾഡ് ബാക്ക് എൻഡ്. പിന്നെ ഫ്രണ്ട് എൻഡ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ്, ഏതെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കിൽ നമ്മൾ ചെയ്യും. അതിൻ്റെ ഏതാണെന്ന് നമ്മൾ പിന്നീട് ഡിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറയുക, സിംഫണി ന്യൂ. ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതിൽ പോയാൽ തന്നെ മനസ്സിലാവും. സിംഫണി ന്യൂ ഹെൽപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ വാട്ട് ആർ ദ തിങ്സ്. ഇതിൽ തന്നെ എന്താ പറയുക, ഡെമോ ഉണ്ട്, വെബ് ആപ്പ് ഉണ്ട്, ബുക്ക് ഉണ്ട്. ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സിംഫണിയുടെ തന്നെ ബുക്കിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ഡോക്കർ സപ്പോർട്ട് എനാബിൾ ചെയ്യാം. നോ ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ് വേണ്ട. പിന്നെ അതേപോലെ ക്ലൗഡ് ഡീബഗ്. അപ്പോൾ നമുക്ക് PHP വേറെ വേർഷൻ ഉപയോഗിക്കണമെങ്കിൽ വി ക്യാൻ ടെൽ, മാനുവലി നമുക്ക് കൊടുക്കാം. അപ്പോൾ വേർഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് 8 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം സിംഫണി. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പ്രത്യേക ഫോൾഡറിൽ പോകാം. ആപ്സ്, അവിടെ 2-3 പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിംഫണി ന്യൂ. നമുക്ക് ഈ പ്രോജക്റ്റിനെ പേഴ്സണൽ എക്സ്പെൻസ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, പേഴ്സെക്സ് എന്ന് വിളിക്കാം. വേണ്ട, ഓക്കെ, എല്ലാം വേണ്ട. പേഴ്സണൽ അല്ലല്ല, പെക്സ് എന്ന് വിളിക്കാം നമുക്ക്. പെക്സ്, പേഴ്സണൽ എക്സ്പെൻസ് ട്രാക്കർ, ടെക്സ്റ്റ്. ഓക്കെ, ഈ പ്രോജക്റ്റിൻ്റെ പേര് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് ബേസ്ഡ് ഓൺ യുവർ ഇൻ്റർനെറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റായി. അപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വെരി മിനിമൽ സിംഫണി ഇൻസ്റ്റാളേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു IDEയിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ
യൂഷ്വൽ പ്രോസസ്സ്, ഇതൊന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതിൽ പോയിട്ട് നമ്മൾ എവിടെയാണ് ഏത് ഫോൾഡറിലാണോ അത് വെച്ചിരിക്കുന്നത്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. ഓക്കെ, ഐ മീൻ യു ഓൾറെഡി നോ ദാറ്റ്. ഇവിടെ ആപ്സിൽ ടെക്സ്റ്റ്, ഓക്കെ, ക്രിയേറ്റ്, ട്രസ്റ്റ്, ന്യൂ വിൻഡോ. നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ വന്നു. വി ക്യാൻ മേക്ക് ഇറ്റ് ഫുൾ സ്ക്രീൻ. ഓക്കെ, ഇവിടെ എൻ്റെ ഐഡിയിൽ സിംഫണി ഫുൾ വെർഷൻ സിംഫണി സപ്പോർട്ടിൻ്റെ സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എനാബിൾ ചെയ്യാം, അല്ലെങ്കിൽ ബേസിക് സപ്പോർട്ടിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. സിംഫണി സപ്പോർട്ട്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഒരു കൺട്രോളർ ഫോൾഡർ ഉണ്ടാവും, ഒരു വാർ. വെൻഡറിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ, സിംഫണി ഫ്രെയിംവർക്ക്, PSR, കമ്പോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം, നമ്മളടുത്ത് ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ടെർമിനൽ എടുക്കാം, പക്ഷെ നമ്മൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ എടുക്കാൻ പോകണം. ഓക്കെ, ഇവിടെ എയ്തർ സിംഫണി അല്ലെങ്കിൽ PHP ബിൻ കൺസോൾ, രണ്ടും സിംഫണി കൺസോൾ ഓർ PHP ബിൻ കൺസോൾ രണ്ടും വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അല്ല ചുമ്മാ റൺ ചെയ്യാം, ഇല്ലെങ്കിൽ അത് എറർ അടിക്കും. ഓക്കെ, there are no commands defined. ഓക്കെ, അപ്പോൾ ഇവരെന്നെ പറഞ്ഞുതരും ഈ കമാൻഡ് കോപ്പി ചെയ്യാം. സോ ഈ കമാൻഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഈ കമാൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത്. ഓക്കെ, ഈ -ഡവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കമ്പോസർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പാക്കേജ് മാനേജർ ലിസ്റ്റാണ് അത്. കമ്പോസർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വേറെ കമ്പോസറിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വേണേൽ നമുക്ക് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ കമ്പോസർ റിക്വയർ സിംഫണി മേക്കർ ബണ്ടിൽ -ഡവ് ഈ ഓപ്ഷൻ്റെ ഇത് നമ്മൾ ഈ ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മേക്കർ ബണ്ടിൽ എന്തായിരിക്കും, പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്, അതായത് ലൈവിലും ഇതായിരിക്കും. നമുക്കിത് ലോക്കലിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ, റൺ ചെയ്യുമ്പോൾ ഒക്കെ ഇത് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ ഡവ്. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇൻസ്റ്റാളായി. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പോസർ JS എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല, ഒന്നും ആഡ് ആയിട്ടില്ല. ഈ റിക്വയറിൽ ഡിപ്പെൻഡൻസിയാണ്, ഇതാണ് ഡിപ്പെൻഡൻസി. ഓക്കെ, ഈ കമ്പോസർ JS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസറിൻ്റെ കോൺഫിഗറേഷനാണ്, നമ്മളെ പ്രൊജക്റ്റ് കോൺഫിഗറേഷനാണ്. പ്രൊജക്റ്റിൻ്റെ പേര്, ടൈപ്പ് പ്രൊജക്റ്റ്, പ്രൊപ്രൈറ്ററി, എന്താ പറയുക, മിനിമം സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ. PHP വേർഷൻ 8.1 മിനിമം വേണം. അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇനി ഇവിടെ കണ്ട റിക്വയർ ഡവ്, നമ്മൾ ഡവിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിൽ പോയി നിൽക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, അതായത് ഇവിടെ ഡബ് എൻവയോൺമെന്റിൽ മാത്രമേ അത് ഉണ്ടാവും, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റും ഡബും എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യാൻ കണ്ട ENV ഉണ്ടാവും. അപ്പോൾ ഇവിടെ ENV ഫയലിൽ മുമ്പ് നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം ഇതൊരു ബേസിക് സിംഫണി ആയതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത മേക്ക് എൻറ്റിറ്റി കമാൻഡ് ഒന്നും കൂടെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇത് റൺ ചെയ്യണമെങ്കിൽ ORM പാക്കേജില്ല. ORM എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് റിലേഷൻ മാപ്പർ. അത് നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനും, ഡാറ്റാബേസ് എന്നുള്ള ടേബിളിനെ പിടിച്ചിട്ട് ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നല്ല, ഒബ്ജക്റ്റിലേക്ക് മാപ്പ് ചെയ്യാം. ഒബ്ജക്റ്റുള്ള സാധനം ടേബിളിലോട്ടേക്ക് മാപ്പ് ചെയ്യാം. കൺവേർഷൻ മാപ്പിംഗ്, അതാണ് ഒബ്ജക്ട് റിലേഷൻ മാപ്പിംഗ്, മാപ്പർ, ORM. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡവ് കൊടുത്തില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് പ്രൊഡക്റ്റ് എല്ലാവരുടെയും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ORM ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ കുറേ പാക്കേജസ് നമ്മൾ വെബ് ആപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നിച്ച് നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്തൊക്കെ ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്
ഡു യു വാണ്ട് ടു ഇൻക്ലൂഡ് ഡോക്കർ കോൺഫിഗറേഷൻ ഫോർ റെസിപ്പീസ്? അതായത് യെസ്, നോ, പെർമനൻ്റ്ലി നെവർ ആസ്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കർ കോൺഫിഗറേഷൻ റെസിപ്പീസ് വേണോ എന്ന് വെച്ചാൽ ഡോക്കർ കമ്പോസർ ചെയ്യണോ എന്നുള്ളത്. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ആവശ്യമില്ല, പക്ഷെ നമുക്ക് കൊടുക്കാം. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ് കൊടുത്തു, അപ്പോൾ ഡോക്കർ വന്നിട്ടുണ്ടാവും. ഡോക്ടറിന് ഡാറ്റാബേസ് URL ഒക്കെ കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പുതിയ എൻട്രി നമ്മളിവിടെ വന്നിട്ടുണ്ടാവും. പോസ്റ്റ്ഗ്രേസ് ആപ്പ് ചേഞ്ച് ഡാറ്റാബേസ്. ഓക്കെ, ഈ ഒരു അതായത് ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഫ്രെയിം വർക്കിൻ്റെ ഇൻറ്റേർണൽസ് പഠിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വെബ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളിതിനെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പോസ്റ്റ്ഗ്രേസ് ഇവിടെ നമ്മൾ മുമ്പ് എഴുതിയ പ്രൊജക്റ്റിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ നമുക്ക് എടുക്കാം. അല്ല, ഇവിടെ പോയാൽ എന്താ പറയുക, നമ്മുടെ യൂസർ നെയിം സിംഫണി, സിംഫണി, പാസ്വേഡ്. ഓക്കെ, ഇത്രയും പാർട്ട് നമ്മൾ അതായത് അത് നമ്മൾ ഹോസ്റ്റ് വേണ്ടേ. നമ്മൾ ഈ ചേഞ്ച് മീ എന്നുള്ള എടുത്തില്ലേ, ഇത് മൊത്തം ഇവിടം വരെ. ഓക്കെ, പോർട്ടൊക്കെ ഓൾറെഡി ഉണ്ട്. പാസ്വേഡ് 127. നമ്മളെ ഡാറ്റാബേസിൻ്റെ പേരെന്താണ്? ടെക്സ്റ്റ്. പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ ഡാറ്റാബേസിൻ്റെ പേര്. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും വി ഹാവ് ആൻ ഓപ്ഷൻ. ഓക്കെ, അതിനൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് ക്ലിയർ ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് PHP min console യെസ് ഡോക്ട്രിൻ ഡാറ്റാബേസ് ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ആവും. നമുക്കത് വെരിഫൈ ചെയ്യാം അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിനൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതിൽ ഈ സ്കീമാസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പബ്ലിക്കിലാണ് നമ്മൾ ടേബിൾസ് ഉണ്ടാവുക. ഇഫ് യു ലുക്ക് അറ്റ് ദർ ഈസ് നോ ടേബിളൊന്നുമില്ല. ഓക്കെ, നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി അടുത്ത് നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഇനി അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് PHP min console make user. ഓക്കെ, മേക്ക് യൂസർ. സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, ഓരോന്ന് ആവശ്യമുള്ള നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ കോൺഫിഗർ ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി നമ്മൾ കോൺഫിഗർ ചെയ്യും. എല്ലാ പാക്കേജും വന്നു. ഇപ്പോൾ കണ്ട ഒരുപാട് പാക്കേജസ് ഉണ്ട് ഇതിൽ. പ്രോപ്പർട്ടി ഇൻഫോ, ഹാഷർ, കോർ ആക്സസ്, കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. സെക്യൂരിറ്റി കോമ്പണൻ്റ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇഫ് യു സി കമ്പോസറിനോ, ഈ കമ്പോസർ അല്ല, സോറി അത് വെൻഡറല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി സിംഫണി സെക്യൂരിറ്റി ബണ്ടിൽ അത് വന്നു 6.2 വെർഷൻ. ഓക്കെ, ഇനി നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. വീണ്ടും നേരത്തെ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഓക്കെ യൂസർ. ക്ലാസിൻ്റെ പേര് യൂസർ തന്നെ. ഓക്കെ, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണമെന്ന് ചോദിക്കുന്നത് യെസ്. അടുത്തത് നമ്മുടെ എന്താ പറയുക, ഇമെയിൽ ആണോ, യൂസർ നെയിം ആണോ, UID ആണോ? ഇമെയിൽ വെച്ചിട്ട് ചെയ്യാം, യൂസർ നെയിം വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇമെയിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഹാഷ് പാസ്വേഡ് ക്ലിയർ ടെക്സ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണോ വേണ്ടോ എന്നാണ് ഇത് ചോദിക്കുന്നത്. നോർമലി ഏത് DBയിലും നമ്മൾ ആപ്ലിക്കേഷനിൽ പാസ്വേഡ് സ്റ്റോർ ചെയ്യുക ഹാഷ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ അല്ല, ഇത് ചോദിക്കും അത് വേണോ വേണ്ടോ എന്നുള്ളത്. നോ കൊടുത്തു കഴിഞ്ഞാൽ
all passwords will be visible. Okay. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഹാഷ് ചെയ്തിട്ടില്ല വിടുക. No, that hashing functionality is required or not. അതാണ് അത് വേണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, എൻറ്റിറ്റി ക്രിയേറ്റ് ആയി, ഒരു യൂസർ എൻറ്റിറ്റി ക്രിയേറ്റ് ആയി. ഇപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല എൻറ്റിറ്റി ക്രിയേറ്റ് നോർമൽ മെത്തേഡ്. ഇത് നമ്മൾ യൂസർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ഓപ്ഷൻ ഉണ്ടാവും. സിങ്ക് ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ എൻറ്റിറ്റി ഉണ്ടാവും. 2 ക്ലാസ്സുകൾ നമുക്ക് ക്രിയേറ്റ് ആവും. നമ്മൾ ഈ ടെർമിനലിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ കണ്ട ആഡഡ് എൻറ്റിറ്റി യൂസർ ക്ലാസ്, അതേപോലെ ഇവിടെ കണ്ട റെപ്പോസിറ്ററി ക്ലാസ്, യൂസർ ക്ലാസ്, പിന്നെ കുറച്ച് സെക്യൂരിറ്റി YML അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, മറ്റുള്ളവർക്കും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ട ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറയണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ, അപ്പോൾ 2 ആളും കൂടി പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇവർക്കാണ്. ഓക്കെ, ORM എൻറ്റിറ്റി ഈ കണ്ട ഇതിൻ്റെ പേരാണ് ആട്രിബ്യൂട്ട്സ്. ഇത് കോൺഫിഗറേഷൻസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ടേബിളിൻ്റെ പേര് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ടേബിളിൻ്റെ പേര് text__ യൂസർ എന്നാക്കാം. പക്ഷെ ഞാനത് മാറ്റുന്നില്ല. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കീ ഇവിടെ ഉണ്ടാവും. കണ്ട എൻറ്റിറ്റി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി കീ ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുത്ത ഇമെയിലാണ് ഇവിടെ കൊടുത്താണ്. യൂണീക്ക് ട്രൂ വന്നണ്ട. ഓക്കെ, അതിവിടെ വന്നു. പിന്നെ എന്താ പറയുക, റോൾസ് എന്ന് പറയുന്ന ഒരു അറേ പ്രോബ്ലം, അറേയാണ്, ഒരു അറേ കോളം. പിന്നെ അത് കഴിഞ്ഞ് പാസ്വേഡ്. ഇതിനുള്ളിൽ നമുക്ക് എന്ത് വേണം, ഒരു സാധനം വേണം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഐഡൻറ്റിറ്റീനെ മോഡിഫൈ ചെയ്താൽ മതി. സോ ഇഫ് യു റൺ ദ കമാൻഡ് മേക്ക് എൻറ്റിറ്റി, അപ്പോൾ അവർ ചോദിക്കും ഏത് എൻറ്റിറ്റിയാണ് മാറ്റേണ്ടത്. ഇപ്പോൾ നമ്മൾ യു അടിച്ചാൽ തന്നെ, ടാബ് അടിച്ചാൽ തന്നെ വരും. യുവിൻ്റെ ബേസിലുള്ള ഏറ്റവും മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള സാധനം വരും. ഇപ്പോൾ യൂസർ, ഇപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് നെയിം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ. ഫസ്റ്റ് നെയിം ഡീഫോൾട്ട് സ്ട്രിങ് ആണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഓൾ ഓഫ് ദ അവൈലബിൾ ഓപ്ഷൻസ്. ഇപ്പോൾ സ്ട്രിങ്, ടെക്സ്റ്റ്, ബൂളിയൻ, ഇൻറ്റിജർ, ഫ്ലോട്ട്, റിലേഷൻസ്, മെനി ടു വൺ, വൺ ടു മെനി. ആ റിലേഷൻ എന്ന് കൊടുക്കുന്നതിന് പകരം ഒരു വിസാർഡായിട്ട് വരും. മെനി ടു വൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വിസാർഡ് അല്ലാതെ തന്നെ വരും. പിന്നെ അറേ ആൻഡ് ഒബ്ജക്റ്റ് ടൈപ്സ്, അറേ, JSON, ഒബ്ജക്റ്റ്, ബൈനറി, ബ്ലോബ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അതിനൊക്കെ. പിന്നെ അതർ ടൈപ്സ് ASCII സ്ട്രിങ്, ഡെസിമൽ, GUID അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്ട്രിങ്, ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് സ്ട്രിങ് ആണ് ഡീഫോൾട്ട് തന്നെ. പിന്നെ അടുത്ത അതിൻ്റെ ലെങ്ത് എത്രയാണ്. സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് വരും. ചില പ്രോപ്പർട്ടീസിക്ക് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. 255. പിന്നെ ഇത് നള്ളബിൾ ആണോ അല്ലോ എന്നുള്ള ഡീഫോൾട്ട് നോ ആണ്. അപ്പോൾ ഇൻ അവർ കേസ് ഇറ്റ് ഈസ് നോട്ട് നള്ളബിൾ. മിനിമം ഫസ്റ്റ് നെയിം എങ്കിലും വേണം. അടുത്ത ലാസ്റ്റ് നെയിം. ഓക്കെ, സ്ട്രിങ് 255 യെസ് നള്ളബിൾ. അപ്പോൾ ഈ സാധനം ചെയ്തു. ഇനി നമ്മൾ എൻറ്റിറ്റിയിൽ എന്താ മാറ്റം വന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇഫ് യു സീ ഹിയറിന് ഫസ്റ്റ് നെയിം അതിൻ്റെ ലെങ്ത് വന്നു. നമ്മളിവിടെ നള്ളബിൾ ട്രൂ എന്ന് കൊടുത്തല്ലോ, അതുകൊണ്ട് അത് വന്നു. ഡീഫോൾട്ട് നള്ളബിൾ ഫാൾസ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാണെന്ന്, ഇത് PHPൻ്റെ ഒരു ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നള്ളായിട്ട് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ PHP 8-ൽ അത് നിർബന്ധമാണ്. ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്നാൽ മാത്രമേ നൾ സപ്പോർട്ട് ചെയ്യും. അതായത് നൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. പിന്നെ അതേപോലെ ഈ PHP 8-ൽ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്യണം. നമ്മൾ പണ്ട് വോയിഡ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യില്ല, അതേപോലെ ചെയ്യണം. അപ്പോൾ അതേപോലെ ഇതിന് ശേഷം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഇതിൻ്റെ മെത്തേഡ്സ്, ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയി വരും. പിന്നെ നമുക്ക് യൂസർ റെപ്പോസിറ്ററി ക്ലാസ് ഒന്ന് നോക്കാം. ഇവിടെ ഇതുണ്ട യൂസർ റെപ്പോസിറ്ററി സർവീസ് എൻറ്റിറ്റി റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അതേപോലെ പാസ്വേഡ് അപ്ഗ്രേഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കൺസ്ട്രക്ടർ ഉണ്ടാവും. കൺസ്ട്രക്ടറിൽ എന്താണ്, മാനേജർ രജിസ്റ്റർ, അതായത് ഡോക്ടറിന് രജിസ്റ്റർ ചെയ്യാണ് വരിക. അപ്പോൾ ദിസ് ഓഫ് എൻറ്റിറ്റി മാനേജർ പെർസിസ്റ്റ്. സെയിം മെത്തേഡോ റിമൂവ് മെത്തേഡോ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ ഇഫ് യു ഇൻജെക്ട് ദിസ് യൂസർ റെപ്പോസിറ്ററി യു ക്യാൻ കോൾ ദിസ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നെക്സ്റ്റ് ഞാനെന്താ ചെയ്യാൻ പോകുന്നത്, യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ സെക്യൂരിറ്റി ലോഗിനൊക്കെ ഒതൻറ്റിക്കേഷൻ മെത്തേഡിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ.
അതിലെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമൽ മേക്ക് ഓതിലല്ല ചെയ്യാൻ പോകുന്നത്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു ഓപ്പൺ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന മെത്തഡോളജിയിലാണ്. അതെങ്ങനെയാണ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇറ്റ് ഇസ് എ വാസ്റ്റ് മേജർ ബിഗ് ടോപ്പിക്, ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് ക്ലിയർ ചെയ്തിട്ട് മേക്ക് ഓത് ഒന്ന് ചെയ്ത് നോക്കാം. PHP മേക്ക് ഓത്. ഓക്കെ, ഇതിൽ ചോദിക്കും ലോഗിൻ ഫോം ഒതൻറ്റിക്കേറ്റർ 1. ഓക്കെ, അപ്പോൾ അതിന് ട്വിഗ് വേണം. വി കാൺ ഡു ദാറ്റ്. ഓക്കെ, അല്ല നമ്മൾ ട്വിഗ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വി കാൺ ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്യുന്നില്ല. ലോഗിൻ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തി ഒതൻറ്റിക്കേഷൻ സെപ്പറേറ്റ്ലി നമ്മൾ ചെയ്യും. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. PHP bin console make entity. അടുത്ത എൻറ്റിറ്റി എന്താണ്? കാറ്റഗറി. കാറ്റഗറി ഈസ് ഫസ്റ്റ്. ഓക്കെ, ഇതിന് കാറ്റഗറിയിൽ എന്താ ഉണ്ടാവുക? നെയിം ഉണ്ടാവും. ഓക്കെ, സ്ട്രിങ് 255 ആൻഡ് നോട്ട് നള്ളബിൾ, ഓൺലി 1 ഫീൽഡ്. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2 ടേബിൾ എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതൊന്നും എവിടെ ഇല്ല, നമ്മുടെ ഡാറ്റാബേസിൽ എത്തിയില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കമാൻഡ് ഉണ്ട്, PHP bin console make migration എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള എൻറ്റിറ്റീസിൻ്റെ കോൺഫിഗറേഷൻസ് നമ്മുടെ കറൻ്റ് ഉള്ള ഡാറ്റാബേസുമായിട്ട് മാച്ച് ചെയ്യും. എന്നിട്ട് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് മേക്ക് മൈഗ്രേഷൻ കമാൻഡ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ മൈഗ്രേഷൻസ് വേർഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊന്ന് റീലോഡ് ചെയ്താൽ ഇറ്റ് ഇസ് സ്റ്റിൽ സിങ്കിങ്, ദാറ്റ്സ് വൈ. ഇവിടെ കണ്ട നമ്മൾ യൂസർ കാറ്റഗറി സീക്വൻസ് അത് പോസ്റ്റ്ഗ്രേസിന് മാത്രം വരുന്ന സാധനമാണ്. കാറ്റഗറി യൂസർ ഈ 2 സാധനങ്ങൾ 2 ടേബിൾ ക്രിയേറ്റ് ആയി. ഒരു ഡൗൺ അപ്പ് മെത്തേഡും ഡൗൺ മെത്തേഡും. അപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് അപ്ഗ്രേഡ് ആയി പോകും. ഡൗൺഗ്രേഡ് ചെയ്യാൻ ഡൗൺ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് നമ്മൾ PHP ഇവിടെ കണ്ട ഇവിടെ തന്നെ ഒരു കമാൻഡ് പോലെ തന്നിട്ടുണ്ട്. PHP bin console doctrine migrations migrate. അതായത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്നുകില്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഡാറ്റാബേസ് പോയി ഡയറക്റ്റ് റൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ റൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ കണ്ട ഇത് വലിയ ഇഷ്യൂ വാർണിംഗ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും ഡാറ്റാബേസിൽ, നമുക്ക് ഡാറ്റ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈവിൽ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് റൺ ചെയ്യൂല, ചെക്ക് ചെയ്തിട്ട് റൺ ചെയ്യും. അപ്പോൾ നമ്മൾ വേർഷനായി. അപ്പം എത്ര ടേബിൾ നമുക്ക് ജനറേറ്റ് ആയി നോക്കാം. റീഫ്രഷ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാറ്റഗറിയും യൂസർ 2 ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്തില്ല? ഡോക്ട്രിൻ മൈഗ്രേഷൻസ് എന്ന് പറയുന്ന സാധനം, മൈഗ്രേഷൻ വേർഷൻസ് എന്ന് പറയുന്ന ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് സിംഫണി ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ മൈഗ്രേഷൻ്റെ വേർഷൻസ് ഇവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ഇപ്പോൾ കണ്ട നമ്മൾ നേരത്തെ റൺ ചെയ്ത ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, എപ്പോഴാണ് റൺ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിക്യൂഷൻ ടൈമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ വേർഷൻ ഇത് സിങ്ക് ചെയ്യും. മൈഗ്രേഷൻസ് സിങ്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈഗ്രേഷൻ അത്രയേ ഉള്ളൂ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡാറ്റാബേസ് വേർഷനിങ്, ബേസിക്കലി ടേബിൾ വേർഷനിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ഇതൊക്കെ ചെയ്തു. നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്? കാറ്റഗറി നമ്മൾ ചെയ്തു. അടുത്ത് നമ്മൾ ഇതിന് ഈ കാറ്റഗറി ഇല്ലേ, ഈ കാറ്റഗറിക്ക് കാറ്റഗറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇതെന്താ വേണ്ടത്? നമുക്ക് ഡാറ്റാബേസ് ഒക്കെ മൊത്തം ക്രിയേറ്റ് ചെയ്യാം. അടുത്ത എന്താ പറയുക, ഗ്രൂപ്പ് അല്ല, അത് ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ക്രെഡ് അല്ല, ബേസിക് ക്രെഡ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ആദ്യം. മേക്ക് ക്രെഡ്. ഓക്കെ, ക്രെഡിന് അല്ല ട്വിഗ് ഫോം വാലിഡേറ്റർ, ട്വിഗ് അനോട്ടേഷൻ. ഓക്കെ, ഇല്ല ഇമാര് ഫോം വാലിഡേറ്റർ, ട്വിഗ് ബണ്ടിൽ, അനോട്ടേഷൻസ്. ഓക്കെ, നമുക്ക് മറ്റുള്ള ഇത് നമുക്ക് ചെയ്യാം. അതിൻ്റെ
വേർഷൻ 6 അത് മാറിയിട്ടുണ്ട്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയില്ല. എക്സ്പെൻസ് നമുക്ക് അടുത്ത് കഴിക്കാം. ഗ്രൂപ്പ് മറ്റേതല്ല വരുന്നത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല എക്സ്പെൻസ് ഗ്രൂപ്പ് അല്ല എക്സ്പെൻസ് ഗ്രൂപ്പ്. ആ പുതിയൊരു അല്ല ഗ്രൂപ്പാണ് ആദ്യം വേണ്ടത്. ബിൻ കൺസോൾ മേക്ക് എൻറ്റിറ്റി എക്സ്പെൻസ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? വെയിറ്റ് എക്സ്പെൻസ് ഗ്രൂപ്പ്. അടുത്ത് നമ്മൾ എക്സ്പെൻസ് ഗ്രൂപ്പ് റെപ്പോസിറ്ററി. ഈ രണ്ട് ക്ലാസ്സുകളുണ്ടായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നെയിം. ഓക്കെ, ഗ്രൂപ്പ് നെയിം സ്ട്രിങ് 255. ഓക്കെ, നോട്ട് നള്ള് കറക്റ്റാണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ. വിൽ കോൾ ഇറ്റ് മെമ്പർ. ഓക്കെ, ആക്ച്വലി ഒരു ഗ്രൂപ്പിൽ many member will be there. So one to many relation. Okay, members ഇതിൽ many to many. ഓക്കെ, മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ many to many ആണ്. അതായത് ഒരു ഗ്രൂപ്പിൽ many groups. പിന്നെ അടുത്ത ഓപ്ഷൻ യൂസർ. ഓക്കെ, ഇപ്പോൾ യൂസറിൻ്റെ ഗ്രൂപ്പ്സ്, അതായത് ഒരു യൂസർ ക്യാൻ ബി മൾട്ടിപ്പിൾ. ഓക്കെ ഓക്കെ, യെസ് ഇറ്റ് ക്യാൻ. യെസ്, ഇനി എക്സ്പെൻസ് ഗ്രൂപ്പാണ് യൂസറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സംഭവമായി. ഓക്കെ, നൗ ക്രിയേറ്റഡ് ആയി. ഇനി നമ്മൾ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനു മുമ്പേ നമ്മുടെ ഈ എൻറ്റിറ്റിയിൽ എന്താ മാറ്റം വന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് okay, if you see expense group, okay, we have group name members. മെമ്പേഴ്സിൽ കണ്ട ടാർഗറ്റ് എൻറ്റിറ്റി യൂസർ ക്ലാസ് ഇൻവെസ്റ്റ് ബൈ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത് നമുക്ക് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യൂസറിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളവിടെ ഈ ORM മെനി ടു മെനി ഈ സംഭവമില്ല. റിലേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ടാർഗറ്റ് എൻറ്റിറ്റി പറയണം ഇൻവെസ്റ്റ് ബൈ. അതുണ്ടെങ്കിൽ അതായത് നമ്മൾ ബൈ ഡയറക്ഷനിലാണ് ഇൻവെസ്റ്റ് ബൈ ഉണ്ടാവും. പിന്നെ ഇത് ഓണിങ് സൈഡാണ്. ഓണിങ് സൈഡ് എന്ന് പറയും ഈ സാധനത്തിന്. ഓക്കെ, ഓണിങ് സൈഡ്. ഇത് റിവേഴ്സ് സൈഡ്. റിവേഴ്സ് സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോളാം. ഇവിടെയും ഒരു ഫീൽഡ് ആഡ് ആയിട്ടുണ്ടാവും. മെനി ടു മെനി. ഇവിടെയും മെമ്പേഴ്സ്. ഓക്കെ, എക്സ്പെൻസ് ഗ്രൂപ്പ്. അതായത് അവിടെ നമ്മൾ വിളിക്കുന്ന മെമ്പേഴ്സ്. അവിടെ എന്താണോ ഫീൽഡ് കൊടുത്ത്, ഓണിങ് സൈഡിൽ എന്താണോ ഫീൽഡ് കൊടുത്ത് അവിടെയാണ് മാപ്പ്ഡ് ബൈ. അവിടെ എന്താണോ മാപ്പ്ഡ് ബൈ മെമ്പേഴ്സ്. ഇവിടെ എന്താണ് എക്സ്പെൻസ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഒരു യൂസർക്ക് മൾട്ടിപ്പിൾ എക്സ്പെൻസ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഗ്രൂപ്പിൻ്റെ എന്താ പറയുക അതിൻ്റെ ആക്ടിവിറ്റി, അതായത് ഓരോ ടൈമിലും നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ഗ്രൂപ്പായി. അപ്പോൾ നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളെ. മേക്ക് മൈഗ്രേഷൻ ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ ജനറേറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് എന്തുണ്ടാവും, ഒരു എൻറ്റിറ്റി ജനറേറ്റ് ചെയ്താൽ നോർമലി ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് യു സീ ഹിയർ നോ എക്സ്പെൻസ് ഗ്രൂപ്പ് യൂസർ. അതെന്തുകൊണ്ട് എക്സ്പെൻസ് ഗ്രൂപ്പ് യൂസറും ക്രിയേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? മെനി ടു മെനി റിലേഷൻഷിപ്പ്. അതായത് ഡാറ്റാബേസിൽ RDBMS മെനി ടു മെനി റിലേഷൻഷിപ്പ് ഒരു സിംഗിൾ ടേബിളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ഈ ടേബിളിൽ എന്താ പറയുക, ഇവിടെ എക്സ്പെൻസ് ഗ്രൂപ്പ് ID ഉണ്ടാവും, യൂസർ ID ഉണ്ടാവും. ഇതിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടേബിൾ. ഓക്കെ, ഇതാണ് സംഭവം. എക്സ്ട്രാ ഒരു ടേബിളും കൂടി വരും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മളെ മൈഗ്രേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി കയറും. ഇഫ് യു സീ ഹിയർ refresh, you can see more tables.
expense group user. Yes. That's it, I think. അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കണോ? ഓക്കെ, അടുത്ത എക്സ്പെൻസ്. ഓക്കെ, അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും ഇതൊന്നും നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ സ്ഥിതിക്ക്. കാരണം ഇത് നമ്മൾ ഒന്ന് എന്താ പറയുക, ആപ്ലിക്കേഷനെ നമ്മൾ തിങ്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാം, മനസ്സിലാക്കാനും പിന്നെ അവർക്ക് വേണ്ടിയിട്ടും. പിന്നെ അടുത്ത എന്താ എക്സ്പെൻസ് ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എക്സ്പെൻസ് മേക്ക് എൻറ്റിറ്റി കമാൻഡ് റൺ ചെയ്യുക, എക്സ്പെൻസ് റൺ കൊടുക്കുക. അടുത്ത ഫസ്റ്റ് നെയിം അല്ല, എക്സ്പെൻസിന് എന്തൊക്കെ ഫീൽഡാണ് ഉണ്ടാവുക? അല്ല, ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ID കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ഫസ്റ്റ് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് അപ്പ് ഓൺ ഡേ. ആ ഡേ അന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമില്ലേ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. പിന്നെ അടുത്ത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് സ്പെൻഡ് ചെയ്തതല്ല. പർട്ടിക്കുലേഴ്സ്. ബിഫോർ ഗോയിങ് ടു പർട്ടിക്കുലേഴ്സ്, ഏത് കാറ്റഗറിയാണെന്നല്ല, ഫസ്റ്റ് കാറ്റഗറിയാണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. പിന്നെ പർട്ടിക്കുലേഴ്സ്, എന്ത് വേണ്ടിയിട്ടാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ എത്ര എമൗണ്ടാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ അടുത്ത എന്താ പറയുക, എക്സ്പെൻസ് ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ അപ്രൂവൽ ഐ എം നോട്ട് ടെലിങ് അബൌട്ട് റൈറ്റ് നൗ. ഓക്കെ, അത് നമ്മുടെ അപ്രൂവൽ സിസ്റ്റം ഈസ് എ ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എക്സ്പെൻസ് ഗ്രൂപ്പ്. എക്സ്പെൻസ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എക്സ്പെൻസ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് പുറമെ ലാസ്റ്റ് എന്താ പറയുക, എമൗണ്ട് ഇതൊക്കെ വന്നു. ഇത്രയും എമൗണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറ്റഗറി. ഇവിടെ ഒരു വേറെ റിലേഷൻ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അത് റിലേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഏത് ക്ലാസ്സിലേക്ക് പോകണമെന്ന് വരും ഡയറക്റ്റ്ലി. അത് നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു റിലേഷൻ കൂടി ഉണ്ടാവും ഇവിടെ, യൂസർ. ഏത് യൂസർ? അല്ല, യൂസർ ഗ്രൂപ്പിൽ മറ്റേ അല്ല, എക്സ്പെൻസ് ഗ്രൂപ്പിൽ അല്ല, ഇവിടെ യൂസർ അല്ല, ഇവിടെ ഒരു സാധനം കൂടി ഉണ്ടാവും, ആഡഡ് ബൈ കൂടെ ഉണ്ടാവും. ഓക്കെ, ഈ റിലേഷൻ കാറ്റഗറി. ഓക്കെ, കാറ്റഗറി. ഇനി നമ്മൾ ഈ കേസിൽ നമ്മൾ എന്താ പറയുക, ഒരു എക്സ്പെൻസിന് ഒരു കാറ്റഗറിയേ ഉണ്ടാവും. മെനി ടു വൺ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് നള്ളബിൾ ആണോ അല്ലയോ എന്ന്. കമ്പൽസറി ഒരു എക്സ്പെൻസിന് കാറ്റഗറി ഉണ്ടാവണം. സോ നോ. ഓക്കെ, അടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ കാറ്റഗറി ടേബിളിൽ എക്സ്പെൻസസ് കിട്ടണോ എടുക്കണോ വേണ്ടിയൊന്നുമില്ല, ഇറ്റ്സ് റിക്വയർഡ്. അതിലൊരു ഫീൽഡ് ബൈ ഡയറക്ഷണൽ റിലേഷൻഷിപ്പാണിത്. ഓക്കെ, അത് എന്താ പറയുക, ഡു യു വാണ്ട് ടു ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഓർഫൻഡ് എക്സ്പെൻസ് ഒബ്ജക്റ്റ്? ഡീഫോൾട്ട് നോ ആണ്. അതായത് നമ്മൾ കാറ്റഗറി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യണോ വേണ്ടിയൊന്നുമില്ല, നോ. അപ്പോൾ ഇൻ ദിസ് കേസ് വി കൻ ഗീവ് നോ. അപ്പോൾ അടുത്ത നമ്മൾ എന്താ പറയുക, കാറ്റഗറി ആയി ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ അതിന് ഡേറ്റ്, ടൈം, ഓപ്ഷൻ നമുക്ക് നോക്കാം. ഡേറ്റ് ഇമ്മ്യൂട്ടബിൾ, ടൈം ആവശ്യമില്ല നമുക്ക്. അതായത് ഡേറ്റ് ടൈം എന്ന് കൊടുത്താൽ മതി, ഡേറ്റ് ടൈം അല്ലെ ഡേറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഡീഫോൾട്ട്. ഓക്കെ, അതാ വന്നോളൂ. ഓക്കെ, ഡേറ്റ് വന്നു. അതിന് ഇത് നള്ളബിൾ ആണോ അല്ലയോ എന്നുള്ള, ഇറ്റ്സ് നോട്ട് നള്ളബിൾ. ഓക്കെ, പിന്നെ അടുത്ത നെക്സ്റ്റ് narration, we'll call it narration. Okay, instead of that is the correct term, narration. String ആണ്, ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തു. ഓക്കെ, 255
it's mandatory. Okay, now description. Okay, അങ്ങോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ്, അതിൽ നമുക്ക് വേണമെങ്കിൽ എന്തെല്ലാം വാങ്ങിയെന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഇത് ഇറ്റ്സ് നള്ളബിൾ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫീൽഡും കൂടി ആഡ് ചെയ്യും, പക്ഷെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അതെന്താണ്? അറ്റാച്ച്മെൻറ്റ്സ്. അത് നമുക്ക് ചെയ്യാം. അടുത്ത എന്താ പറയുക? എക്സ്പെൻസ് ഗ്രൂപ്പ്. Okay, this is again relation. We'll go to expense group and again many to one. It's allowed to be null or not? No. നമ്മളെ bidirectional relationship in the expenses, and again if you delete, no. അടുത്ത നമ്മൾ എന്താ പറയുക? എമൗണ്ട് ആഡ് ചെയ്യണം. ഫസ്റ്റ് ആഡഡ് ബൈക്ക് മുമ്പേ എമൗണ്ട് ഇതിൻ്റെത് ഡെസിമലാണ്. ഇപ്പോൾ ഡെസിമൽ എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് അല്ല നമുക്ക് വേണം, ഡെസിമലാണ്. നമ്മളെ ഡെസിമൽസ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിനിങ്ങനെ മൾട്ടിപ്പിളായിട്ട് വലിയ ഇതായി വരും. ഇത് ഡീഫോൾട്ട് 10 ഡിജിറ്റ് വരെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 മതി നമുക്ക്. ഇപ്പോൾ 2 അധികം നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാം. പോയിന്റിന് ശേഷം ഫ്ലോട്ട് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഈസ് നള്ളബിൾ അല്ല, ഈസ് റിക്വയർഡ്. ഇനി അടുത്ത് ലാസ്റ്റ് ആഡഡ് ബൈ, ആരാ ആഡ് ചെയ്തതെന്നുള്ള വിൽ ഗോ many to one user. Added by cannot be null. Okay, അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നള്ളബിളാക്കി കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിൻ ആഡ് ചെയ്യും. അല്ല വേണ്ട, നള്ളബിൾ വേണ്ട. അല്ല, അതിനുള്ള പ്രശ്നം. ഇത് വേറെ സംഭവം റെഡിയാക്കാം നമുക്ക്. അഡ്മിൻ ആഡ് ചെയ്യുമ്പോൾ ആ സംഭവത്തിൽ കൊടുക്കാം. യൂസർ എക്സ്പെൻസസ് നോ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം അതായത് കുറേ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൈഗ്രേഷൻ ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ എന്തൊക്കെ മൈഗ്രേറ്റ് ആയി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വേണ്ട, ഇതിലിപ്പോൾ കുറേ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. എക്സ്പെൻസ് ടേബിൾ ക്രിയേറ്റ് ആയി. പിന്നെ അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഇൻഡെക്സ്, അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ, കാറ്റഗറി ഐ ഡി, എക്സ്പെൻസ് ഗ്രൂപ്പ് ഐ ഡി, ആഡഡ് ബൈ ഐ ഡി. 3 things. എല്ലാം many to one ആണ്. So we will copy this, run this. Okay, in this case no problem, but ലൈവിൽ നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റില്ല. ഓരോന്നും ശ്രദ്ധിച്ച് ഡാറ്റ എന്തെങ്കിലും ബാക്കപ്പ് എടുക്കണമെങ്കിൽ ബാക്കപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വൺസ് അഗൈൻ ഇതിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. DB അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഡിസൈനിങ് കഴിഞ്ഞു. ഓക്കെ, യൂഷ്വലി ഇത് നിങ്ങൾ ചെയ്യൂല, പക്ഷേ ഇതൊരു മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. ഓക്കെ, കാരണം ഇത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബണ്ടിലുണ്ട്, JWT Symfony 6. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം?
നമുക്കൊന്ന് അതായത് നമ്മൾ നേരത്തെ ഒതൻറ്റിക്കേഷനെ പറ്റി പറഞ്ഞല്ലോ. നോർമൽ ഒതൻറ്റിക്കേഷൻ നമ്മൾ API കൊണ്ട് നോർമൽ ഒതൻറ്റിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഒന്ന് ഒതൻറ്റിക്കേഷൻ, എന്ന് പറയുന്ന മെത്തഡോളജി. പിന്നെ രണ്ടാമത് നമുക്ക് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. API ഒതൻറ്റിക്കേഷൻ. എങ്ങനെയാണ് API ഒതൻറ്റിക്കേഷൻ? API കീ ഉപയോഗിച്ചാണ് നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അത് എന്താ പറയുക, നോർമലി ഒതൻറ്റിക്കേഷൻ സെഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് API ഒതൻറ്റിക്കേഷൻ? റെസ്റ്റ് API ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൽ HTTP ബേസിക് ഒതൻറ്റിക്കേഷൻ ഉണ്ട്, API കീ ഒതൻറ്റിക്കേഷൻ, ഒതൻറ്റിക്കേഷൻ ആൻഡ് നോ ഒതൻറ്റിക്കേഷൻ. ഇറ്റ്സ് ഒബ്വിയസ്ലി 3 മെത്തേഡ്സ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് API കീ ഒതൻറ്റിക്കേഷൻ ആണ്. എന്ന് പറയുന്നത് എന്താ പറയുക, API അപ്രൂവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ API കീ ഒതൻറ്റിക്കേഷൻ ഇതിൽ തന്നെ എന്താ പറയുക, JWT ടോക്കൺ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. JWT ഒതൻറ്റിക്കേഷൻ അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ JWT വെബ് ടോക്കൺ എന്നാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ക്രിയേറ്റിംഗ് ഡാറ്റ വിത്ത് ഓപ്ഷണൽ സിഗ്നേച്ചർ ആൻഡ് എൻക്രിപ്ഷൻ. അതായത് ഈ സാധനം മെത്തേഡിൻ്റെ വേറൊരു മെത്തേഡാണ്. വേറെ ഡാറ്റാബേസ് ഡ്രിവൺ ആണ്. ഇതിന് ഡാറ്റാബേസ് ഡ്രിവൺ അല്ല. ഇത് എന്താ പറയുക, ഫയൽ ബേസ്ഡ് പിന്നെ എൻക്രിപ്ഷൻ ബേസ്ഡ് മെത്തഡോളജിയാണ്. ഇത് നമ്മുടെ മിക്ക വെബ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് സിംപ്ലസ്റ്റ് മെത്തേഡാണ് JWT. ഇതിപ്പോൾ എന്താ പറയുക, JWT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, JSON ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ ആണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ എൻഡ് യൂസർ ലോഗിൻ ചെയ്യുന്നു, യൂസർ ഒതൻറ്റിക്കേഷൻ റിക്വസ്റ്റ്, API ഗേറ്റ്വേ ആസ് JWT ഇഷ്യൂവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടോക്കൺ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. സബ്സിക്വൻറ്റ് റിക്വസ്റ്റിന് ഈ ടോക്കൺ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ടോക്കണെ വെരിഫൈ ചെയ്യും. സിംപ്ലസ്റ്റ് മെത്തേഡാണ്. കുറച്ചും കൂടിയും അത് ഭയങ്കര സെക്യൂർഡ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിനൊക്കെ അപേക്ഷിച്ചിട്ട് സെക്യൂർഡ് അല്ല, പക്ഷേ സിംപ്ലസ്റ്റ് മെത്തേഡാണ്. പിന്നെ അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്മോളർ വെബ് ബേസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻസിനൊക്കെ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം JWT എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഫണി തന്നെ അതിനെന്തുണ്ട്, ഒരു സ്പെസിഫിക് ബണ്ടിലുണ്ട്. ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയ ഒരു ബണ്ടിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ബണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് ക്ലിയർ കമ്പോസർ റിക്വയർ a bundle name. So it is getting created. Authentication, API authentication. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബണ്ടിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊജക്റ്റിൽ രജിസ്റ്റർ ആവും. അത് നമ്മൾ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ വി ഹാവ് ബണ്ടിൽസ് മെത്തേഡ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുക, വി ഹാവ് ടു ജനറേറ്റ് എ കീ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കീ ജനറേറ്റ് ചെയ്യണം, കീ പെയർ ജനറേറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ മാത്രമേ ഈ കീ പെയറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ കീ പെയർ ജനറേറ്റ് ആയി. അപ്പോൾ ഈ കീ പെയർ പോയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ കണ്ട, ഇവിടെ പോയി നിൽക്കും. ആ ഫയൽ അതിൻ്റെ പ്രൈവറ്റ് കീ പബ്ലിക് കീ ഇത് എവിടെ ജനറേറ്റ് ആവും, ഇഫ് യു സീ കോൺഫിഗിൻ്റെ ഉള്ളിൽ പോയി ജനറേറ്റ് ആവും. ഇതിപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല, ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട, JWT ഇവിടെ ഒരു പ്രൈവറ്റ് കീ ഒരു പബ്ലിക് കീ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ലോഗിനൊക്കെ ആവുന്നത്. പിന്നെ അതിൻ്റെ പാസ് ഫ്രേസും കാര്യങ്ങളൊക്കെ വരും. ഇനി ഫൈനലി ജനറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ security.yml പോയിട്ട് ഇവിടെ മെയിനിൽ ആപ്പ് യൂസർ പ്രൊവൈഡർ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് API ആണ് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നോർമൽ മെത്തേഡാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. API ലോഗിൻ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫയർവാൾ സിസ്റ്റം കാണിക്കുന്നുണ്ട്. ഈ ഫയർവാൾ സിസ്റ്റം ഇങ്ങനെ തന്നെ കോപ്പി ചെയ്തെടുക്കാം.
ഞാൻ ഈ സ്ക്രീനിലോട്ടേക്ക് കൊണ്ടുവരാം. എന്നാൽ ഇവിടെ കണ്ട ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഒരു പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, വേർഷൻ പ്രയർ ടു 5.3 ഓർ ഹയർ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിന് ഒരു എന്ത് ചെയ്യണം, ഇത് സെറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഇവിടെ എനാബിൾ ഒതൻറ്റിക്കേഷൻ മാനേജർ, നമ്മുടെ ഈ ഇതിലെന്തില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്തിട്ടില്ല. അത് ഓപ്ഷൻ നമ്മൾ എനാബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഒതൻറ്റിക്കേഷനെ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ മേലെ കൊടുക്കും. ഓക്കെ, നമ്മളത് എനാബിൾ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫയർവാൾസിൻ്റെ ഇടയിൽ ലോഗിൻ. ഓക്കെ, അപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് എന്താ വേണ്ട, API എന്നുള്ള ആവശ്യമില്ല, കാരണം എവറിത്തിങ് ഈസ് എൻ API ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്നൊരു മെത്തഡോളജിയിൽ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ലോഗിൻ കൊടുക്കുന്നു. ട്രൂ ആണ്. API.login ചെക്ക് ഇല്ല, ലോഗിൻ ചെക്കാണ് കൊടുത്തു. നമുക്ക് ലോഗിന്, അതായത് ഇവിടെ ഉപയോഗിക്കുന്ന സക്സസ് ഹാൻഡ്ലർ, ഫെയിലിയർ ഹാൻഡ്ലർ ഒക്കെ ഉണ്ട്. നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കും. JSON ലോഗിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത APIക്ക് നമ്മൾ എന്ത് ചെയ്യുക, API എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളെ കേസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് API. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മെയിനിൽ തന്നെ കൊടുക്കാം. മെയിനിലാണല്ലോ നമ്മുടെ സാധനം. ഓക്കെ, പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഴിവാക്കിയിട്ട് പാറ്റേൺ സ്റ്റേറ്റ്ലെസ് ട്രൂ JWT. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് കൺട്രോളറും കാര്യങ്ങളും ഇവിടെ എന്താ പറയുക, നമ്മൾ ഇത് കോപ്പി ചെയ്യുക. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കണ്ട ആക്സസ് കൺട്രോളർ, അതായത് ഇത് ഈ പറയുന്ന ഇതെന്താ പറയുന്നതെന്നാ, അതായത് നമ്മൾ ഈ പാത്ത് പബ്ലിക് ആക്സസ് ആണ്, ലോഗിൻ പാത്ത്. ഓക്കെ, API എന്ന് പറയുന്ന ബാക്കി എല്ലാ പാത്തും എന്താ പറയുക, ഓൾ പാത്ത്സ് ഫുള്ളി. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയൊരു മാറ്റം ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ മാറ്റം ചെയ്യാം. കാരണം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് വി വാണ്ട് മെയിൻ ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ലോഗിൻ ഒക്കെ API എന്നുള്ള ആ സാധനം നമുക്ക് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ, ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല അല്ലേ, കറക്റ്റാണ്. ലോഗിൻ ചെക്ക്, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ അങ്ങനെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാം. API എന്ന് പറയുന്ന സെക്ഷന് JWT ഡിഫോൾട്ട് കോൺഫിഗറേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, /API എന്തെന്ന് കൊടുക്കാം. ഈ APIൻ്റെ ആവശ്യമില്ല, /n എന്ത് വന്നാലും നമ്മൾ ലോഗിൻ ചെയ്യണം കമ്പൽസറി. ഓക്കെ, ഇനി അടുത്ത ആപ്പ് യൂസർ പ്രൊവൈഡർ അതൊക്കെ കറക്റ്റാണ്. ആക്സസ് കൺട്രോളർ കൊടുക്കണം. ജസ്റ്റ് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇവിടെ API ഇല്ല, ലോഗിൻ പബ്ലിക്ലി ആക്സസിബിൾ ആണ്. ഈ സോണിന് ഫുള്ളി എന്ന് പറഞ്ഞാൽ ഓതന്റിക്കേഷൻ ഫുൾ ആയിട്ട് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ. അപ്പൊ /ഇട്ടിന് എല്ലാ റൗട്ടിനും അത് ബാധിക്കില്ലേ? ഇല്ല, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തില്ലേ. ഇതായത് ആദ്യം ഏതാണോ വരുന്നത് അത് ലോഗിനെ എല്ലാ റൗട്ടിനെയും ബാധിക്കും. അത് ബാധിക്കണം, കാരണം എൻ്റെ ആപ്ലിക്കേഷനിലുള്ള ഒരു സാധനം ലോഗിൻ ചെയ്യാതെ ആക്സസ് ചെയ്യാൻ പറ്റൂല. ആ,
ഇനിയിപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇത് റൺ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ API ഇവിടെ ലോഗിൻ ചെക്ക് എന്ന് പറഞ്ഞിട്ട് റൗട്ട്സ് നമ്മൾ കോപ്പി ചെയ്യണം. നമ്മൾ ആ റൗട്ടിനെ അവിടെ കൊണ്ടുവരണം. ഇവിടെ നോർമൽ ഓക്കെ കോൺഫിഗ് റൗട്ട് YML എന്താ പറയുക നമ്മുടെ API ലോഗിൻ ചെക്ക്. നമ്മൾ ഇൻ അവർ കേസ് ഇറ്റ് ഇസ് ലോഗിൻ ചെക്ക്. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിനെ നമ്മൾ ലോഗിൻ ചെക്ക് നമ്മളിലില്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ലോഗിൻ ചെക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പഴയ പ്ലാറ്റ്ഫോമിൽ വന്ന അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ടോക്കൺ കിട്ടുമോ ഇല്ലോ എന്നിങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ഈ ലോഗിൻ ചെക്ക് മെത്തേഡ് വേണം. അപ്പോൾ ലോഗിൻ ചെക്കിന് നമുക്കൊരു കൺട്രോളർ വേണം. വി നീഡ് എ കൺട്രോളർ ഫോർ ദാറ്റ്. അത് നമ്മുടെ കൺട്രോളർ തന്നെ നമുക്ക് റൗട്ട് മെൻഷൻ ചെയ്താൽ പോരെ. അതിൽ മെൻഷൻ ചെയ്താൽ മതി. അതിൽ കം തോക്കിക്കാരി എവിടെയൊക്കെ അല്ല. സെക്യൂരിറ്റി കൺട്രോളർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ സിംപ്ലിസിറ്റി വിൽ ഗോ ടു അനദർ മെത്തേഡ്. സെക്യൂരിറ്റി കൺട്രോൾ എടുക്കുക. ഇവിടെ കണ്ട ആക്ച്വലി വി നീഡ് എ റൗട്ട് ഫോർ ലോഗിൻ. ഈ നേരത്തെ ചോദ്യമില്ല കൺട്രോളറിൽ മെൻഷൻ ചെയ്താൽ മതിയോ എന്ന്. ദാറ്റ് ഈസ് ഇറലവൻറ്റ്. ഓക്കെ, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ ചെക്ക് എന്ന് പറയുന്ന കൺട്രോളറില്ലേ ഇറ്റ് വിൽ ബി ഓൾവേസ് അവൈലബിൾ ഇൻ സെക്യൂരിറ്റി YML. I mean സെക്യൂരിറ്റി കോമ്പണൻറ്റ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഈ ലോഗിൻ എന്ന് പറയുന്നൊരു മെത്തേഡ് വേണം. ഓക്കെ, ഈ മെത്തേഡിനാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഞാനിവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, വിൽ കോൾ ഇറ്റ് ലോഗിന്. ഓൾറെഡി യൂസ്ഡ് ആണെങ്കിൽ ഈ ആവശ്യം നമുക്കില്ല, കാരണം റീഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു മെത്തേഡ് ഉണ്ട്. ഞാനിങ്ങനെ എഴുതുന്ന ഈ JWT ഇല്ലേ, ചെക്ക് പാത്ത്, യൂസർ പാത്ത്, യൂസർ നെയിം പാത്ത്, ക്രെഡൻഷ്യൽസ്. ഓക്കെ, ഇതെങ്ങനെ ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇഫ് യു വാണ്ട് ദർ ഇസ് അനദർ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് വെരി ബെറ്റർ. ഇത് രണ്ട് സെക്യൂരിറ്റി YML. കണ്ടോ, അതായത് JWTയിൽ ഓൾറെഡി ഒരു മെത്തേഡ് ഉണ്ട് ടോക്കൺ എന്ന് പറഞ്ഞിട്ട്. ആ ടോക്കൺ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ നമ്മൾ കൊടുത്താൽ തന്നെ എന്തുണ്ടാവും, അത് കിട്ടും നമുക്ക്. കണ്ട API ട്രൂ ആപ്പ് യൂസർ പ്രൊവൈഡർ. ഇവിടെ ഒതൻറ്റിക്കേറ്റേഴ്സ് ഇത് നമ്മൾ കൊടുക്കണം. എന്താ പറയുക വെച്ചാൽ ഗോഡ് ഒതൻറ്റിക്കേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡീഫോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. ഓൾറെഡി ഡീഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. JWT എന്ന് പറയുന്നത് ഡീഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഐ ക്യാൻ ആക്ച്വലി റൺ ദ പ്രൊജക്റ്റ്. അപ്പോൾ ഈ ലോഗിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. കമൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആവശ്യം വരാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് റൺ ചെയ്യാം. PHP
ബിൻ കൺസോൾ. ചില എറേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സിംഫണി സെർവറുണ്ട്, മറ്റേ ഇതും വർക്ക് ചെയ്യും. PHP ബിൻ കൺസോൾ സെർവർ റൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ നോർമൽ പേജ് ഓൺലി. ഓക്കെ, അപ്പോൾ ഇനി ഞാനെന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാലേ, ഇഫ് യു വാണ്ടഡ് ടു ചെക്ക് ദാറ്റ് നോ, ഈ സെക്യൂരിറ്റി കൺട്രോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, ഇവിടെ വെറുതെ ഒരു മെത്തേഡ്, വെറുതെ ഒരു കൺട്രോളർ നമ്മൾ ജനറേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ ഒരു കൺട്രോളർ ഉണ്ടാക്കുക. അതിൻ്റെ അടിയിൽ പബ്ലിക് ഫങ്ഷൻ, ഓക്കെ, ടെസ്റ്റ്, കറക്റ്റ്, ടെസ്റ്റ്, അതിന് JSON response. ഓക്കെ, ടെസ്റ്റ് JSON response and return response this of JSON. ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, JSON hello, you are here. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടുമല്ലോ നോക്കാം. ഈ ആക്ഷൻ ഇല്ലേ, ഒരു കൺട്രോൾ ആക്ഷൻ റെസ്പോൺസ് നമ്മളെ റിട്ടേൺ കൊടുത്താൽ കുഴപ്പമില്ല. അത് റെസ്പോൺസ് ആണ്. JSON എന്ന് പറയുന്ന ആ മെത്തേഡ് റെസ്പോൺസ് ആണ്. കണ്ട, JWT ടോക്കൺ നോട്ട് ഫൗണ്ട്. ഓക്കെ, സോ ഹൗ ക്യാൻ യു ഗെറ്റ് ദ ടോക്കൺ? അപ്പോൾ നമ്മൾ ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിൻ്റെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഇത് API ടെസ്റ്റ് ചെയ്യാൻ ഒരു ടൂൾ ഉണ്ട്, പോസ്റ്റ്മാൻ. വി കൻ യൂസ് ദാറ്റ്. പോസ്റ്റ്മാൻ I'll just close all of these things, all tabs, dismiss, save for now, save. Okay, now APIs. Okay, fine. I'll create a new thing. I'll do a post. ഓക്കെ, ഇത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് വേണം, വി നീഡ് എ യൂസർ ടു ടെസ്റ്റ് ദിസ്. അപ്പോൾ നമുക്ക് DB പോവാം. ഓക്കെ, വിൽ ഡു വൺ തിങ്. വിൽ നോട്ട് ക്രിയേറ്റ് ബൈ യൂസിങ് DB. ഓക്കെ, ദാറ്റ്സ് നോട്ട് റൈറ്റ് അപ്രോച്ച്. ഓക്കെ, we can actually do one thing. Open this and then PHP bin console make fixture. Then it will say we need this stuff. Okay, അതായത് ORM fixtures എന്ന് പറയുന്ന ബണ്ടിൽ ആവശ്യമുണ്ട്. We need to install that. Okay, make fixtures. Okay, we will call it user fixtures. Okay, we created the user fixtures. ഇനി അടുത്തത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, if you go to you guys already learned this thing, data fixtures. App fixtures എന്ന് പറയുന്ന സാധനം by default ഉണ്ടാവും. So we are not going to use that. Already I created. ഇതിലൊന്നുമില്ല. We are going to simply creating user is equal to new user. Okay, next user first എന്താ വേണ്ടത്, set email.
So Ali at wallet, okay, Ali at example.com. Okay, next First name. okay, first name, Ali. last name, Ali Puli. last name Ali. Password. Set password. Okay, now password. Okay, you see manager dot persist and then user. Okay, now let us run. റോളിന് എന്തോ ഒരു എറർ സാറിനെ വരുത്തുന്നു. No, it's okay. ഗംഭീരം. And again, if you want now role also you can give role. No need to give anything, simply set roles empty array, because by default role user will be applied by system itself. Okay, clear. Okay, any in the area php bin console dot fixtures load. Okay, now it is saying the database will be purged. If you load like this, it will be purged. Okay, because it will be emptied and then Reload again. okay, reload again. So I'll tell you how to append. Okay, okay, now it ran. Okay, now You will have one data. okay, if you go old, we got one data, but the problem is here now. You see that password is clear text, but we thought of saving it as Hash. hashed. So how can we do that? We can use the hash. Oh. So what we want now, we want to add Password. Interface അല്ല. hasher interface, password hasher. What we need to do now, password hasher Of of hash. okay hash, simply give inside that thing. Once again Same We- command. we run. Okay, Duplication group. some error is there. Declaration of load contains object manager and password hasher. Word must be compatible with the doctrine data fixture. Okay, User object. you can't do that because you can't do like this. What you have to do now, you will have to call this of password hasher like that. For that, what you need to do, you need a constructor. Here. Okay, Then because we can this use interface, this is fixture interface is extending now, so that signature must be type compatible. Okay, ഇവിടെ typing ചെയ്യണം. so first private, Dependence injection. maybe what we can do, we can tell password hasher interface Password hasher. and then password hasher Right click. and then more actions, Initialize. initialize properties. Okay, it will come like that. So now everything we got. Now once again we run. ഇത് ചെയ്ത് ലോഡ് ചെയ്ത് തന്നെ Okay, here cannot auto wire password hasher interface. User password hasher interface എന്ന് പറഞ്ഞ സാധനമില്ലേ? Okay, maybe user password hasher interface, we can try that because that is not a service. Okay, let's try. Okay,
ഇത് ചെയ്യുന്ന റൺ Okay. ചെയ്യുന്നതാണോ Okay, അതിൽ now ഡിലീറ്റ് ആക്കാം I yes. So call to a undefined method hash. There is no hash. Okay. So password hash we need to check some other method hash password. Okay. Hash password. This is a way to learn. Okay. Then we need to give user also we need to pass. First argument is user. Second argument is password. Okay. Then only it will be able to identify which encryption algorithm. Now once again I am running this. Yes, it is successfully run. Now if you go here and if you execute refresh, you can see that it created like this. Now to check this we will go to this bundle and there is a command. Now they are giving this option. Okay, this command we can run in the terminal. Before we go to this is called curl command and our login check parameter. Now remember that we need to change the path. Okay, 127.0.0.7 or 8. Okay, 8000 and then there is no API and one hash and here it will be email. Okay, in our case email password. Let's run. Actually 127. Not 8 actually, you guys didn't change it. It is 1. Okay, now I am getting TLS v1 alert protocol version. Okay, curl. credentials wrong ആയതുകൊണ്ടിരിക്കും. No, it's a protocol issue. SSL routine, we need to suppress that. There is okay, there is a small problem. We are having HTTPS. Because in normal case now we are running it is in HTTP. Okay, now in our case now actually by default username only JWT next we are giving here now, so we need to reconfigure this. Okay, we'll get an error once again. Username invalid credentials we are getting. Okay, now in our case let's try with actual Ali at example.com password. We got the token. So even though whatever the username we are giving, whether it is email or not, always we need to give this thing. Now next thing is like now we wanted to get we are trying for test now. Okay, now next we need to go here. Let's do it here. Okay, that's it. URL, we'll just copy this here from here, put it here and we'll get and we need to give authorization direct token. We can actually give bearer, yeah, only token. Okay, we need to copy the token and paste it here. This entire token, simply copy it, paste it here. Okay, if you see here now
Okay, automatically bearer will be added here. Now I am sending it. Response some issue is came. Okay, security controller JSON, because there is a problem in our controller. Everything is working perfectly authentication, and in our controller we didn't extend abstract controller because I manually created now. Okay, now once again if I try, hello, you are here. Our first API is very successful and which is authenticated. Okay, now like this we need to create a lot of APIs. Okay, okay, we are stopping by this. നെക്സ്റ്റ് നമുക്ക് എപ്പോഴായിരുന്നു ചെയ്യാം? ഡൗട്ട്സ് തിങ്കളാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രിയല്ല, നാളെ പകലിരിക്കും നമ്മൾ.